അപ്പോൾ നബിയെ കാണുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. എന്നല്ലാതെ അതൊരു വലിയ മർത്തബയല്ല, അത് വലിയൊരു കിട്ടലായി മനസ്സിൽ വെക്കണം. നബിയെ കണ്ടത് എല്ലാവരോടും പറയാനും പാടില്ല. മഹാന്മാർ കണ്ടത് പറഞ്ഞിട്ടുണ്ട്, കിതാബുകളിൽ ഉപകാരപ്പെട്ട സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇമാം നവവി കണ്ടിട്ടുണ്ട്, മഹാന്മാരൊക്കെ കണ്ടിട്ടുണ്ട്, ഓക്കെ ഉസ്താദ് കണ്ടിട്ടുണ്ട്, കണ്ണിയത്ത് ഉസ്താദ് കണ്ടിട്ടുണ്ട്, ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കണ്ടിട്ടുണ്ട്. എന്നോട് പറഞ്ഞതാണ്, ഞാൻ 2 വട്ടം കണ്ടിട്ടുണ്ട് എന്ന്. ഓക്കെ ഉസ്താദ് കണ്ടിട്ടുണ്ട്, കണ്ണിയത്ത് ഉസ്താദ് കണ്ടിട്ടുണ്ട്, ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കണ്ടിട്ടുണ്ട്. എന്നോട് പറഞ്ഞതാണ്, ഞാൻ 2 വട്ടം കണ്ടിട്ടുണ്ട് എന്ന്. ഞാനത് ഈ പൊതുവേദിയിലൂടെ പറയുന്നതിന് ഉസ്താദിന് ഇഷ്ടമുണ്ടോ എനിക്കറിയില്ല. ഞാൻ എന്നോട് പറയരുതെന്നും പറഞ്ഞിട്ടില്ല, പറയണമെന്നും പറഞ്ഞിട്ടില്ല. എന്നെപ്പറ്റി മത് പറയുന്നവരുണ്ട്, കുറ്റം പറയുന്നവരുണ്ട്. ഞാനൊന്നിലേക്കും ശ്രദ്ധിക്കാറില്ല എന്നാണ് ഷെയ്ഖുന എന്നോട് പറഞ്ഞത്, എന്നല്ലാതെ പറയരുതെന്ന് പറഞ്ഞിട്ടില്ല. ഏതായിരുന്നാലും എത്രയോ ആളുകൾ കണ്ടവർ എൻ്റെ കുടുംബത്തിലുണ്ട്, എൻ്റെ കൂട്ടുകാരിലുണ്ട്, സ്ത്രീകളിലുണ്ട്, പെൺകുട്ടികളിലുണ്ട്, ചെറുപ്പക്കാരി പെൺകുട്ടികളിലുണ്ട്. സുബ്ഹാനല്ലാഹ്, വിഷയത്തിലേക്ക് ഇറങ്ങിയാൽ കണ്ണുകൾ നിറഞ്ഞു പോകും. അല്ലാഹ് അത്രയും കൃപയിൽ റസൂലുള്ളാഹി ഓരോ കാര്യങ്ങൾ ദൂരെ കിടക്കുന്നതായി നമുക്ക് തോന്നുന്ന നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിൽ നിൽക്കുന്ന പോലെ കൃപ കാണിച്ച് ഉറക്കത്തിലും മറ്റും വന്ന് സാമ്പത്തിക ഞെരുക്കങ്ങളെ ഘട്ടത്തിൽ സമാധാനിപ്പിച്ച സംഭവങ്ങൾ എത്രയാണ്. പൈസ കൊടുത്ത ആളുകളെ എനിക്കറിയാം.